ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഐഡിയ അവരുടെ കയ്യിലുണ്ട്, ചില ആൾക്കാരിൽ പിച്ച് ഡെക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ലിക്വിഡിറ്റി ഇല്ലായ്മയാണ്. ചെറിയൊരു ബൂട്ട് സ്ട്രാപ്പിൽ 5-10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ താഴെ കയ്യിലുണ്ടാകും. പിന്നെ അവരുടെ പ്രൊജക്റ്റിന് ചിലപ്പോൾ ഒരു 1 CR ഒക്കെ ആവശ്യമായിരിക്കും. ഈ വലിയ തുക എങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? ഫണ്ട് റൈസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഐഡിയ സ്റ്റേജ് ഫണ്ട് റൈസിങ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നത് കുറച്ച് പ്രയാസമാണ്. 5-8 വർഷം മുമ്പൊക്കെ അത് വളരെ എളുപ്പമായിരുന്നു. ഇന്നൊരു മിനിമം വയബിൾ പ്രോജക്റ്റും ക്യാഷ് ഫ്ലോയും, അതായത് ഒരു മിനിമം വയബിൾ പ്രോജക്റ്റ്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടെറിട്ടറി എടുത്തിട്ട് മേ ബി ഓൾ ഓവർ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ബിസിനസ് ആയിരിക്കാം ഞാൻ ചെയ്യാൻ പോകുന്നത്. എങ്കിൽ പോലും തുടക്കത്തിൽ മേ ബി കൊച്ചി എന്നുള്ളൊരു സിറ്റി മാത്രം എടുത്ത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന പൈസ കൊണ്ട് ഞാനത് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് പ്രോട്ടോടൈപ്പെങ്കിലും കൊണ്ടുവന്ന് സെല്ല് ചെയ്ത് അതിനകത്തൊരു റവന്യൂ വന്നാൽ എങ്ങനെയാണ് റവന്യൂവിൻ്റെ സ്പ്രെഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു മോഡൽ, അതിനാണല്ലോ നമ്മൾ മിനിമം വയബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇന്ന് അത്ര എളുപ്പമല്ല. ജസ്റ്റ് ഒരു ഐഡിയയുമായിട്ട് നടന്നതൊന്നും ഇന്നാരും ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും 100 കണക്കിന് പ്രപ്പോസൽ വരുന്നുണ്ട് നല്ല ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ. അവർക്കിപ്പം പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള പ്രോജക്റ്റുകൾ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് അവർ റിസ്ക് എടുക്കുന്നത്?